And what is this? ഇതും ടഫായിട്ടുള്ളൊരു കാര്യമല്ല. എന്താ കാണുന്നത്, എന്താണ് ഒരു മനസ്സിലാവുന്നത്? ചേച്ചി ഒരു 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 ചേച്ചി അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ആ എല്ലാ ഒരു വീട്ടിലും ചെന്നിട്ട് ചേച്ചീനെ വിളിച്ചാൽ മതി. ചെറിയ മിൽക്ക് പെൺകുട്ടിയല്ലേ. കൊടുക്കുന്നു. എല്ലാ വീട്ടിലും മിൽക്ക് കൊടുക്കുന്നു. ഓക്കെ. കഴിഞ്ഞ ഫോട്ടോത്തെ പോലല്ല, ഈ ചേച്ചി അവിടെ ഒരു സ്കൂട്ടറും അതുപോലെ ഒരു കാരി ബാഗൊക്കെ കൊണ്ടിട്ടാണ് മിൽക്ക് പാക്കറ്റ് കൊടുക്കുന്നത്. കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള പാക്കേജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നർത്ഥം അല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇതാരാ പറഞ്ഞത് ആൻസർ? അസിൻ. ആരാണ് ആൻസർ പറഞ്ഞത്? ഹോപ്പ് പ്രശോഭ്, യു നോ ഹു ഈസ് ആൻസർ? അസിൻ. ഓക്കെ. ഓക്കെ, അസിന് 3 marks. ഓക്കെ, വാട്ട് എൽസ്? എനിബഡി എൽസ്? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഓക്കെ, ഇറ്റ് ഇസ് ഫൈൻ. ആൻസർ ആയി കഴിഞ്ഞു. എന്നാൽ പോലും എനിക്ക് വേണ്ടത് ആ ഒരു ഇമാജിനേഷൻ, ആ ഒരു സ്റ്റോറി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു നിങ്ങൾ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതെന്താ സംഭവം? ഇത് പറയാൻ പറ്റുമോ? ഇത് കണ്ടിട്ടുണ്ടോ നേരത്തെ ആരെങ്കിലും? ഇതെന്താ കാണുന്നത്? അതൊന്ന് പറയാൻ പറ്റുമോ? ഒരു ഗേള് ഓട്ടോ ഓടിക്കുന്ന. ഒരു ഗേൾ ഓട്ടോ ഓടിക്കുന്നു. എക്സലന്റ് ആൻസർ. യു ആർ ഗെറ്റിംഗ് 1 mark. അത് ആർക്ക് കണ്ടാലും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ 1 mark ഇടുന്നത്. അതിനപ്പുറത്ത് എന്ത് പറയാൻ പറ്റും? ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലിക്ക് വേണ്ടി. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഫാമിലി, അനദർ 1 mark. പിന്നെ മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടിയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അങ്ങനെ പകച്ചിരിക്കരുത്. നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത് മൊബൈൽ യൂസ് ചെയ്യണം. ആ മൊബൈൽ യൂസ് ചെയ്തിട്ട് ഈ കുട്ടിയുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പെട്ടെന്ന് പറയണം. നമുക്ക് ഇതുപോലെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ളതല്ലേ. പെട്ടെന്ന് പറയൂ. അതിന് ഒരു ആപ്പ് ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ. ഇത് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഉണ്ടായിരുന്ന മെയിൻ ന്യൂസുകളിലുള്ള ഹെഡിങ് ആയിരുന്നു. ഒരു മോർണിംഗ് ന്യൂസിൽ പ്രധാനമായിട്ടും കൊടുത്തിരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ആ ടെക്നോളജി എന്ത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക? അത് ആർക്കെങ്കിലും അറിയോ? മസൂറ ബഷീറിനാണോ? അല്ല, പക്ഷെ എങ്ങനെ ആ ആൻസർ പറഞ്ഞു? അതാണ് എനിക്ക് അറിയേണ്ടത്. ആൻസർ ശരിയായിട്ടില്ല, വേറൊരു പേരാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിളിൽ സ്കാൻ ചെയ്ത്. എക്സലന്റ്. ഐ വോണ്ട് ദാറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് വെക്കാൻ പറ്റുമോ? എല്ലാവരും ഇങ്ങനെ ഒരു അനോണിമിറ്റിയിൽ എവിടെ ഇരുന്നിട്ട് ആരോടോ ഞാൻ സംസാരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറിയിട്ട് നമുക്ക് നേരിട്ട് സംസാരിച്ചുകൂടെ? ഹലോ, അലീഷ ജിൻസൺ ആണോ? എന്താണ് ഒന്നുകൂടെ പറയ പേര്. അലീഷ ജിൻസൺ ആണോ? അത് അങ്ങനെ അല്ലല്ലോ. എന്തായാലും ഈ പറയുന്നവർക്ക് എല്ലാവർക്കും ഓരോ മാർക്ക് ഉണ്ട് കേട്ടോ. പറയണത് തെറ്റാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ഓരോ മാർക്ക് ഉണ്ട്. പറയുന്നവർക്ക് മാത്രം. ഫാത്തിമ വരെ ശരിയാണ്. ബാക്കി പറയൂ. ഫാത്തിമ ഉമർ അല്ല, ഫാത്തിമ ഉമർ അല്ല. ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് അപ്ലോഡ് ചെയ്തു? അത് എവിടെ അപ്ലോഡ് ചെയ്തു? വിച്ച് ആ ആപ്പ് എന്താണ്? ഫാത്തിമ ഫിൻഷാൻ ആണോ? എക്സലന്റ്, ദാറ്റ് ഈസ് ദ ആൻസർ. ആരത് പറഞ്ഞത്? അമലിന് 3 marks. No, more than that. ഫാത്തിമ ഫിൻഷാൻ ആണ്. യു ആർ ഗെറ്റിംഗ് 4 marks. ഓക്കെ. സോ എന്താണ് ഇവിടെ ഉപയോഗിച്ച ആപ്പ്? ഏതായിരുന്നു? ഗൂഗിളിൽ എന്ത് പറയൂ ഇതിനെ? ദിസ് ഇസ് ദ വൺ, റൈറ്റ്? ദിസ് ഇസ് ദ വൺ. ഇതിനെന്താ പറയാ? ഇത് തന്നെയാണ്. ഇതിനെന്ത് പറയും? ഫ്ലോട്ട് അങ്ങനെ ചെയ്യാറുള്ളതാണ്. പക്ഷെ പേര് അറിയില്ല അല്ലേ? വേറെ ആർക്കെങ്കിലും അറിയും? ഗൂഗിൾ ലെൻസ്. കറക്റ്റ് ആൻസർ. അനദർ 2 marks. ഗൂഗിൾ ലെൻസ്.
അപ്പൊ ഇത് നമുക്ക് വളരെ അത്യാവശ്യമാണ് പഠിച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം എല്ലാവരും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് എന്തും എവിടെ വെച്ച് കണ്ടാലും അത് ന്യൂസ് വാല്യൂ ഉള്ളതാണ്, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ പാസ് ചെയ്ത് പോയ ഒരു കാര്യമാണെങ്കിൽ അത് ക്യാച്ച് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ കാലഘട്ടത്തിൽ വാട്ട് ഈസ് ദ ഇക്വലന്റ് ടേം ഫോർ പാർട്ട് ടൈം ജോബ് ഇൻ ദ കറണ്ട് സിനാരിയോ? ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ പാർട്ട് ടൈം ജോബുകളെ, അപ്പം ഫാത്തിമ ഫിൻഷിനെ കുറിച്ച് ഞാൻ മുഴുവൻ പറഞ്ഞില്ല. ഫാത്തിമ ഫിൻഷ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി തൻ്റെ പാഷൻ കൊണ്ട് വീട്ടിലുള്ള ഓട്ടോറിക്ഷ, അങ്കിളിൻ്റെ ഓട്ടോറിക്ഷ വീട്ടിലുള്ളത് പഠിപ്പിച്ചു തരണമെന്ന് ഫാദറിനോടും അങ്കിളിനോടൊക്കെ പറയുകയും ആ കുട്ടി പഠിക്കുകയും ഇപ്പം ആ കുട്ടി കോളേജിലേക്ക് ഈ ഓട്ടോറിക്ഷയിൽ വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഒഴിവ് സമയത്ത് ആ കുട്ടി റൈഡ് പോകുന്നു, കുടുംബക്കാർക്കും സുഹൃത്തുക്കളും വേണ്ടി ഓട്ടത്തിന് പോകുന്നു. എന്നിട്ട് ഷീ ഈസ് മേക്കിംഗ് ഹെർ പോക്കറ്റ് മണി. ഇൻട്രസ്റ്റിംഗ് അല്ലേ? അല്ലേ? ഓക്കെ, ആണെങ്കിലാണെന്ന് തന്നെ പറയണം കേട്ടോ. ഓക്കെ, സോ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഇതൊക്കെ ഒരു പാർട്ട് ടൈം ജോബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്തരം പാർട്ട് ടൈം ജോബുകളെ ഈ കാലഘട്ടത്തിൽ എന്താണ് പറയുക? വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്യുക, എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ബൈ ഹാർട്ട് പഠിച്ച ഒരു കാര്യങ്ങൾ എന്നോട് പറയേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ എക്സാം എഴുതുന്നതല്ലല്ലോ, നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പാർട്ട് ടൈം ജോബുകളുടെ പുതിയ ചില പേരുകളാണ് ഈ കാലഘട്ടത്തിലുള്ളത്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും? അതിനെ പറയുന്നത് സൈഡ് ഗിഗ് എന്നാണ്. എന്താ പറയുക? സൈഡ് ഗിഗ്. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പുതിയ പുതിയ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതൊക്കെ എഴുതി വെക്കൂ. എന്നിട്ട് പിന്നീട് പിന്നെ പഠിച്ചാലും മതി. പിന്നെ ചില കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം സൗകര്യം പോലെ അത് സെർച്ച് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് മനസ്സിലാവണമെങ്കിൽ യു ക്യാൻ കം ബാക്ക് ടു മീ ഓർ പ്രശോഭ് സർ ഓർ നിങ്ങളുടെ കോഴ്സ് കോർഡിനേറ്റർ ഒക്കെ ഉള്ള ആളുകളായിട്ട് ബന്ധപ്പെടാം, എന്നെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. പക്ഷെ ഐ വിൽ ബി അവൈലബിൾ ഫോർ ദീസ് തിങ്സ് വാട്ട് ഐ ടോൾഡ്, യുനോ. അപ്പോൾ സൈഡ് ഗിഗ് ഈസ് typically a job you do for someone else to earn extra money at a part-time level. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇതിന് കിട്ടിയിട്ടുള്ള ഈ പാർട്ട് ടൈമിനെ തന്നെ സൈഡ് ഗിഗ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. പാർട്ട് ടൈമായി ചെറിയ ജോബ് ചെയ്യുന്ന, അതിനെ അത്ര റെഗുലർ അല്ലാത്ത രീതിയിൽ ഒരു ഇടയ്ക്കുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ ആണ് ഒരു സൈഡ് ഗിഗ് എന്ന് പറയുക.